വെച്ചുള്ള കളി മക്കളെ ഒന്ന് കണ്ടു വെച്ചോളൂ. ഒരു 5-8 പീസ് എടുക്കുക, നല്ല കഴുകി വൃത്തിയാക്കി. വയറിന് പീസ് വേണ്ട, അത് ടേസ്റ്റ് മാറും. ഒരു കഷ്ണം ലിമ്പ്, ചെറുനാരങ്ങ, ഉപ്പ്, കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മതിയല്ല കേട്ടോ. മസാല പിടിപ്പിക്കാമെന്ന് മാത്രം, ഓവറൊന്നും വേണ്ട. ഇനി അരമണിക്കൂറോ 10 മിനിറ്റ് വെച്ചിട്ടൊന്ന് പൊരിച്ചെടുക്കുക. അപ്പോൾ ഒരു 1/2 കിലോ കഴമരി ഒന്ന് കഴുകി വൃത്തിയാക്കി വരിക. കുറച്ച് എണ്ണ, ഓയിൽ ഒഴിക്കുക. ഈ ചേരുവകളൊക്കെ അതിലിടുക. ഏലക്ക, പട്ട, ഗ്രാമ്പൂ ആൻഡ് ഉള്ളി, ക്യാരറ്റ്. അപ്പോൾ ഈ അരി ഒരു 5 മിനിറ്റ് ഒന്ന് വറുത്തെടുക്കുന്നത് നല്ലതാണ്. 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം, ആവശ്യത്തിന് ഉപ്പിടുക. ഈ പരുവം വരുമ്പം അടച്ചു വെക്കുക. ഒരു 5 മിനിറ്റ് ചെറിയ തീയിൽ, 5 മിനിറ്റ് ഉള്ളി ചെറിയ തീയിൽ വെക്കുക. എന്നിട്ട് ഒരു അരമണിക്കൂർ ദമ്മെടുക്കുക. അപ്പോൾ നമ്മൾ മീനൊന്ന് വറുത്ത് വെക്കുക, അതാ പൊരിച്ചു വരിക. കളി നമ്മളോടാ. ഇതൊക്കെ ഉള്ളി, തക്കാളിയൊക്കെ ആവശ്യം കുറച്ച്, എല്ലാം ആവശ്യം എടുത്താൽ 250 ഗ്രാമേ ഉള്ളൂ മൊത്തത്തിൽ. ഉള്ളിയും തക്കാളി എല്ലാം കൂടി ഒന്ന് കട്ട് ചെയ്ത് വന്ന്, നമ്മൾ 3 ആൾക്കുള്ള പരിപാടി കേട്ടോ, ഒരുപാട് ആളൊന്നുമില്ല, അതുകൊണ്ടാണ്. കുറച്ച് ഓയിലോ വെളിച്ചെണ്ണ വെച്ചിട്ടൊന്ന് ഉള്ളിയും തക്കാളിയും ഒന്ന് വഴറ്റി മസാല ഉണ്ടാക്കുക തന്നെ. അപ്പോൾ ഉള്ളിയും തക്കാളി ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചതച്ചത്, അരച്ചത്, ഉപ്പ് ആവശ്യം നോക്കിയിട്ടാൽ മതി. ആ മീനിൽ ഉപ്പുണ്ട്. മഞ്ഞൾപ്പൊടി കുറച്ച്, അതിൻ്റെ കുരുമുളക് പൊടി, പിന്നെ ഗരം മസാല 1 സ്പൂൺ നമ്മൾ നല്ല പൊടിച്ച, പിന്നെ തൈര്, പിന്നെ പുളി നോക്കിയിട്ട് നമ്മളെ ചെറുനാരങ്ങ ഒഴിക്കുക. ബസ് കുറച്ച് മല്ലിച്ചപ്പിടുക. ഇനി മസാല ഒന്ന് ശരിക്കും മിക്സാക്കിയെന്ന് വെച്ചാൽ 1 സ്പൂണ് മസാല നമ്മൾ മാറ്റി വെക്കുന്നതായിരിക്കും. അതിനൊരു അത്യാവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ മീൻ ഇതിലേക്ക് ആഡ് ചെയ്യുക. വേറെ ഒന്നും കാര്യമായിട്ടില്ല. മീനൊന്ന് മസാല അതിലങ്ങോട്ട് കുറച്ച് മസാല ഉപയോഗിക്കുക. അങ്ങനൊന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. 8 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ടൊന്ന് നമ്മൾ അപ്പോഴേക്കും നമ്മൾ ചോറ് റെഡി ആക്കണം. നല്ല സ്മൂത്ത് അടിപൊളി ചോറ് എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് ഉണക്കുള്ളതുകൊണ്ട് അതിൽ വെള്ളം വേണം. അപ്പോൾ നമ്മൾ ദമ്മിടുന്നതായിരിക്കും. ചെറിയ മുകളിലും ഇതിൽ അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഉള്ളി പൊരിക്കണമെന്നില്ല. അപ്പോൾ മസാല ഇതിൻ്റെ മുകൾക്ക് ചെറുതാക്കി ഇടുക. ദമ്മിൽ നമ്മൾ സാധാരണ അണ്ടിപ്പരിപ്പ്, മുന്തിരി, പൊരിച്ചുള്ളിയൊക്കെ ഇടില്ലേ, അത് ആൾക്കാർക്ക് പ്രശ്നം വരുന്നുണ്ട്, രോഗമാണോ അല്ലേ. പൊരിച്ചതൊക്കെ അല്ലേ, പൊരിച്ചത് വേണ്ടാന്ന് വെച്ച്. ഇത് സിമ്പിളായിട്ടുള്ള പരിപാടി. കുറച്ചൊരു സ്പൂണ് നെയ്യിന് മുകളിൽ ആഡ് ചെയ്യുക. അപ്പോൾ അതെല്ലാവർക്കും കഴിക്കാനും ഉണ്ടാക്കാനും പറ്റുന്ന സംഭവമാണ്. സിമ്പിളായിട്ട് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ആരും മേടിക്കുന്നുണ്ട്. ഈ ഒരു ദമ്മ് എപ്പോഴാണ് നമ്മൾ കഴിക്കണം അപ്പം പൊട്ടിക്കുക ബസ്. അപ്പോൾ ഒരു 1/2-3 മണിക്കൂറൊക്കെ കഴിക്കുന്നത്. നമ്മൾ ആരും വെയിറ്റ് ചെയ്യേണ്ട, കാത്തിക്കണ്ട. സാധനം റെഡി ആയിട്ടുണ്ട്. വേഗം ചൂടോടെ തന്നെ അത് സംഭവത്താക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയ ബിരിയാണിയാണ്. അപ്പോൾ എല്ലാവരും നമുക്ക് ഹെൽപ്പ് ചെയ്യും പ്ലീസ്. താങ്ക് യു.